ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. നാളെ ഞാൻ വീഡിയോസിലൊന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. ഫസ്റ്റ് നമ്മളിത് ഇതിലുള്ള ഈ ഒരു സ്റ്റാൻഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലുള്ള ഈ സ്റ്റാൻഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലുള്ള ഈ ഒരു കയറൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടിയും ചെയ്തെടുക്കാം. നമുക്ക് ഇതിലുള്ള ഈ ഒരു ഫ്ലവർ വൈസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു കയറിന് കൊടുത്ത സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 3 സ്ട്രാൻഡ്സ് തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 2 ലൈനും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു കയറ് ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഈ
ഒരു ഫ്ലവർ വൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻസ് നമുക്ക് ഫുള്ളായിട്ട് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കയറിലും അതുപോലെ തന്നെ ഫ്ലവർ വൈസിലൊക്കെ കൊടുത്ത സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 3 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലവർ വൈസും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിലുള്ള ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ലീവ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ വരുന്ന ഈ തണ്ടുകൾ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ സെയിം കളർ ത്രെഡ് വെച്ച് കണ്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ഓരോ ലീഫും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലുള്ള ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും അതിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് ഫ്രഞ്ച് നട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളുടെ ഈ ഒരു കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്.
നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടത്. നമ്മളിതിലാകെ 5 സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.